വോക്ക് വിത്ത് ജീസസ് എന്ന ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്തത്. ക്രിസ്തുവിനോട് കൂടെ നമുക്ക് നടക്കാൻ. നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, 2 മാസത്തെ അനുഗ്രഹീതമായ വെക്കേഷനൊക്കെ ശേഷം നമ്മളിനി സ്കൂളിലേക്ക് പോകുക. അല്ലെ, തിങ്കളാഴ്ച 2-ാം തീയതി മിക്കവാറും എല്ലാ സ്കൂളുകളും, ചില CBSE സ്കൂൾസൊക്കെ തുറന്നെന്ന് തോന്നുന്നു, ബാക്കി സ്കൂളുകളെല്ലാം തുറക്കുകയാണ്. വളരെ നല്ലൊരു പുതിയ അധ്യയന വർഷം ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തരാൻ വേണ്ടിയാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഈ ക്ലാസ്സുകൾ, ഈ ഒരു സമയമൊക്കെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലത് പ്രാപിച്ചെടുത്തുകൊണ്ട് വേണം നമ്മൾ പുതിയ അധ്യയന വർഷത്തെ നേരിടാൻ വേണ്ടി, അഭിമുഖീകരിക്കാൻ വേണ്ടി. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ആ തരത്തിലൊരു ചിന്തയുമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് ചില നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഞാൻ സംവേദിക്കുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഇവിടെ നിന്ന് കാണാതെ പഠിച്ചിട്ട് വേണം ഈ വാക്യം പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ബി ദ സെയിം മൈൻഡ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ അതേ മനസ്സ്, അതേ ഭാവം നമ്മിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ തീം. ആ ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോട് പോലെ നടക്കാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾ ഈ ഹോൾ വിട്ട് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ലോകം നമ്മളെ കാണേണ്ടത് നാമായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വക്താക്കളായിട്ട്, ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നവരായിട്ട് വേണം നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കാണേണ്ടതായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈറ്റിൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പദം കാണുമ്പോൾ, ആ പിക്ചർ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും, നമ്മളെ കണ്ണാടിയിൽ കാണുമ്പോൾ ക്രിസ്തു ഭാവത്തിലൂടെ വേണം നമ്മളെ കണ്ടെത്താൻ വേണ്ടി. എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് നമ്മളെ കാണാനാണ് കുറച്ചുകൂടി ഇഷ്ടം. എന്നാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ വക്താക്കളായി കാണപ്പെടുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനിതിൻ്റെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ എൻ്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഈ ഭാഗം, ഈ ക്രിസ്തു ഭക്തൻ എഴുതാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇതാരാണെന്നറിയാമോ? ധന്യനായ പൗലോസ്ലീഹയുടെ ഒരു രേഖാചിത്രമാണ്. ഇദ്ദേഹം ഇങ്ങനെയാണോ ഇരുന്നതെന്നൊന്നും അറിയത്തില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ളതായ ഒരു ഡെപ്പിക്ഷൻ കിട്ടിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ചരിത്രകാരന്മാർ വരച്ചിരിക്കുന്ന ചിത്രങ്ങളിലെ ഒരു ചിത്രമാണ് ധന്യനായ പൗലോസ്ലീഹ തൻ്റെ എഴുത്തുകളും തൻ്റെ ലേഖനങ്ങളും ഒക്കെ നന്നായി ചമയ്ക്കുന്ന സമയത്ത് താന് കാരാഗ്രഹത്തിനായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് റോമൻ കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിലായിരിക്കുമ്പോൾ രേഖപ്പെടുത്തിയ ഒരു ലേഖന ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ലേഖനത്തെ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? പ്രിസൺ എപ്പിസൽസ്, അല്ലേ? പ്രിസൺ എപ്പിസൽ എന്ന് പറഞ്ഞാൽ എന്താ? കാരാഗ്രഹത്തിനകത്ത് വെച്ച് എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് ഈ ലേഖനം. പക്ഷേ കാരാഗ്രഹത്തിനകത്ത് കിടക്കും. നമ്മുടെ ഇപ്പോൾ ജയിലിൽ കിടന്ന്, നമ്മുടെ പൂജപ്പുര ജയിലിൽ ചിന്തിക്കേണ്ട, അത് കുറച്ചുകൂടെ സൗകര്യമുള്ള ജയിലാണ്. കാരണം ഇന്നിപ്പോൾ അവിടെ പോകാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് 900 രൂപ കൊടുത്ത് മട്ടൻ മേടിച്ച് തിന്നാനൊന്നും നമുക്ക് ആസ്തിയില്ല. പക്ഷേ ജയിലിൽ ചെന്നാൽ 300 ഗ്രാം മട്ടൻ എല്ലാ ആഴ്ചയിലും കിട്ടും. കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് പരോളി വന്നൊരു പുള്ളി ഇച്ചിരി നേരം കൗൺസിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു, സുഖജീവിതമാണ് അവിടെ പോകുന്നവർക്ക് ആർക്കും ഇഷ്ടമില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാനല്ല, ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടില്ല. അവിടെ ചെന്നാൽ ചാപ്പ കുത്തുക എന്ന് പറയും. ചാപ്പ കുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ജയിൽ പുള്ളി എന്നൊരു പേരും കൂടെ കിട്ടിയിട്ടാണ് നമ്മൾ വെളിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ പ്രിയപ്പെട്ടവൻ അങ്ങനെയല്ല ജയിലിൽ കിടന്നത്. താൻ ക്രിസ്തു നിമിത്തം ജയിലിലായതായ വ്യക്തിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം കിടന്ന ജയിൽ പൂജപ്പുര ജയിൽ പോലെയല്ല. ഇടുക്കമുള്ള, ഞെരുക്കമുള്ള, വളരെ കഠിനമായ തണുപ്പുള്ള, വളരെ സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത, കയ്യിൽ വിലങ്ങുള്ള, കാലിൽ ആമമുള്ള ഈ തരത്തിലുള്ളതായ ജയിലില പൗലോസ്ലീഹ പല സന്ദർഭങ്ങളിലും കിടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്നെഴുതുന്ന ലേഖന ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം. പക്ഷെ അദ്ദേഹം എഴുതി വെക്കുമ്പോൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഈ ലേഖനത്തിൽ തുറമാനം പറയുക. അതുകൊണ്ടാണ് ഈ ലേഖനത്തിന് ഒരു പേരും കൂടെയുണ്ട്. എന്താ? എപ്പിസൽ ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ ലേഖനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളു മുഴുവൻ സന്തോഷമാണ്. അത് കാരാഗ്രഹത്തിൽ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളതായ തൻ്റെ ഹൃദ്യമായ അനുഭവത്തെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ താൻ പറയുക, ഈ സന്തോഷം എന്തുകൊണ്ടാണ് എന്നിൽ വന്നതെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു വന്നതാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെ സന്തോഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ക്രിസ്തു നിങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ സന്തോഷം തിരികെ കിട്ടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ലോട്ടറി ഒന്നും അടിക്കണ്ട. ഇനിയും ഏതെങ്കിലും കാര്യത്തിലൂടെ പണം ഒത്തിരി കിട്ടിയാലൊന്നും സന്തോഷം ഉണ്ടാകത്തില്ല. പക്ഷേ ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ക്രിസ്തു നിങ്ങളുടേതാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്നും സന്തോഷിക്കാൻ കഴിയും. അതാണ് പൗലോസ്ലീഹ നമ്മെ ഉപദേശിക്കുന്ന, നമ്മെ പ്രബോധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ക്രിസ്തുവുമായി ചേർന്ന് പോകാനായിട്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം ആർക്കും കവർന്നെടുക്കാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആയിരിക്കണം. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി ചേർന്നുള്ള യാത്രയായിരിക്കണം. സ്കൂൾ വർഷത്തിലേക്ക് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ അധ്യാപകരെ കിട്ടും, പുതിയ സ്വാധീനങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം, ഞാനും ക്രിസ്തുവുമായി ഒരുമിച്ചുള്ളതായ യാത്രക്കിടയിൽ ഏതെങ്കിലും തടസ്സം വരുത്തുന്ന കൂട്ടുകാരോ അധ്യാപകരോ പ്രിയപ്പെട്ടവരോ ഉണ്ടായാൽ അവരുമായി ചേർന്ന് പോകാൻ ഞാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അധ്യയന വർഷാരംഭത്തിൽ തന്നെ നമ്മളൊരു പുതിയ തീരുമാനവുമായിട്ടാണ് സ്കൂളിലേക്ക് കടക്കുന്നത്. എന്ത് തീരുമാനമാണ്? ഞാൻ ക്രിസ്തുവുമായി ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുക. വാക്കിംഗ് വിത്ത് ജീസസ്, യേശുവുമായി ചേർന്ന് നടക്കുക. നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആരാണ്? യേശു കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. ആ യാത്ര വളരെ സുഖകരമാണ്. ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നടക്കുകയല്ല, നിങ്ങളെ എടുക്കുകയാണ്. പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ നിങ്ങൾ നടക്കുകയല്ല, നിങ്ങൾ ഓടുകയാ ക്രിസ്തുവുമായി ചേർന്ന്. ജീവിതത്തിന്റെ സമസ്ത മേഖലകൾക്കകത്തും ഈ ക്രിസ്തുനാഥനെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് പോകാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല, ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കഴിയും. അതുതന്നെയാണ് പൗലോസ്ലീഹ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. താൻ ഈ ലേഖനം എഴുതുന്നത് പ്രത്യേകിച്ച് ഈ കാരാഗ്രഹത്തിലാണെങ്കിലും ഈ ലേഖനം എഴുതാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഫിലിപ്പിയ സഭയെന്ന് പറയുന്നത് ആരംഭിക്കുന്ന യൂറോപ്പിലെ ആദ്യത്തെ സഭ. ഞാനൊരു 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞു പോകാം. കുഞ്ഞുങ്ങൾക്ക് എന്താണ് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകണം എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുക. വില കൊടുത്ത കർത്തൃദാസന്റെ ഹൃദയത്തിൻ്റെ തേങ്ങല അല്ലെ വേദനയാണ് ഈ വേദഭാഗം എഴുതാനായിട്ടുണ്ടായത്. ചില വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ, 2 മിഷണറി യാത്രകളാണ് അതുവരെ നടത്തിയത്. ആദ്യത്തെ മിഷണറി യാത്രയിൽ തൻ്റെ കൂടെ മർക്കോസ് പോയി. നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കുന്നവർക്കൊക്കെ അറിയാം. ആ യാത്രയൊക്കെ പൂർത്തിയാക്കി തിരികെ വന്നിട്ട് അടുത്ത യാത്ര ആസിയയിലേക്ക്, ഏഷ്യ മൈനറിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി. നമ്മളവിടെ എവിടെയാണ് അത് വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം, 15-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. 16-ാം അധ്യായത്തിലാണ് താൻ അവിടെ പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. 16-6 അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വിലക്ക് തനിക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഒരു കാര്യം ഓർത്തോണം, ഏറെ എവിടെയൊക്കെയോ ഗൈഡ് ചെയ്യാൻ പോകുക, നിങ്ങളെ വേറെ എവിടെയൊക്കെയോ റൂട്ട് മാറ്റാനായിട്ട് തയ്യാറാകുക. കരിയർ ഗൈഡൻസും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ 12th ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിന് പോകാൻ വേണ്ടി തയ്യാറാകുന്ന ചില കുഞ്ഞുങ്ങളുണ്ടാകാം. അവർ ചിന്തിക്കും, ഞാൻ നേഴ്സിങ്ങിന് പോകണോ, MBBSന് പോകണോ, വേറെ BArcന് പോകണോ, വേറെ ഏത് കോഴ്സിനാണ് പോകേണ്ടതെന്ന് വല്ലാതെ ആശങ്കയോടൊക്കെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്താ? എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താ? ഞാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത്? കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഞാനീ പറയുന്നത് വെറും എൻ്റെ തലച്ചോറിനകത്തുനിന്ന് വരുന്ന വസ്തുതകൾ കൊണ്ടല്ല, ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങൾ നിമിത്തമാണ് വിളിച്ചു പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവചരിത്രത്തിനകത്തുനിന്ന് ഒരുപാട് ഭാഗങ്ങൾ അടർത്തിയെടുക്കുവാനായിട്ട് കഴിയും. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ പല സാഹചര്യങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുനാഥൻ കൂടെ നിന്നപ്പോൾ, ചേർന്ന് നിന്നപ്പോൾ ഐശ്വര്യമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന യാത്രകൾ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ദൗത്യം ഏറ്റെടുക്കുവാൻ കഴിയണം. നിങ്ങളുടെ യാത്രകളിൽ ക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ടെന്നും ക്രിസ്തുവാണ് നിങ്ങളുടെ സമസ്തവും എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ നിങ്ങളുടെ ഭാവി ശോഭനമായി തീരുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതായിരിക്കണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഉദ്ദേശം എന്ന് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ പൗലോസ്ലീഹ ഈ വസ്തുതകൾ രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ 2ാം മിഷണറി യാത്രയിൽ താൻ എത്തപ്പെടുന്ന സ്ഥലമുണ്ട്. എവിടെയാ? ഈ പരിശുദ്ധാത്മാവിന്റെ വിലക്ക് ലഭിച്ചു. 9-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വിലക്കി കഴിഞ്ഞപ്പോൾ തനിക്കൊരു ദർശനം കൊടുക്കുകയാണ്. എന്താ ദർശനം? മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ തൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. അങ്ങനെ ഈ കർത്തൃദാസൻ മക്കതോന്യയിലേക്ക്, മക്കതോന്യ എന്ന് പറയുന്നത് യൂറോപ്പാണ്. നമ്മൾ ഇന്ന് യൂറോപ്പിനെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ അന്ന് യൂറോപ്പിൽ ബാർബേറിയൻസ് അല്ലെങ്കിൽ ശരിക്ക് കൾച്ചർ ഇല്ലാത്തതായ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു നാടായിരുന്നു. അവിടേക്ക് സുവിശേഷവുമായിട്ട് കടന്നു പോകാൻ കർത്താവ് ഉപയോഗിച്ചത് പൗലോസ് അപ്പോസ്തലനെയാണ്. അദ്ദേഹം ആദ്യമായിട്ട് യൂറോപ്പിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. ഏതാ ഗ്രാമം? ഫിലിപ്പിയ എന്ന് പറയുന്ന ആ കൊച്ചു തുരുത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അറിയാം,
അവിടെ ഒരു ഏതെങ്കിലും വഴിയിലൂടെ എത്തപ്പെട്ട ഏതെങ്കിലും യഹൂദന്മാരുണ്ടായിരിക്കും, ആരാധനകൾ ഉണ്ടായിരിക്കും എന്നൊക്കെ താൻ കരുതി. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഒരുപാട് പരതി അന്വേഷിച്ചു. യഹൂദന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർക്ക് ശബത്ത് ദിവസം വളരെ സ്ട്രിക്റ്റാണ്. നമ്മുടെ ഞായറാഴ്ച പോലെയല്ല. നമുക്ക് ഞായറാഴ്ചയാണല്ലോ എല്ലാ പരിപാടിയും നടക്കുന്നത്, അല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ പെന്തിക്കോസുകാർ ആരാധനയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു പരിപാടിക്കും പോകില്ല. ഇന്ന് നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിന് പോയിട്ട് സെക്കൻഡറിയാണ് നമ്മുടെ ആരാധനകൾ. പക്ഷെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു കല്ലേറ് ദൂരത്തിനപ്പുറം അവർക്ക് സഞ്ചരിക്കാൻ അനുവാദമില്ല. അവിടേക്ക് പോയി ആരാധിച്ച് അന്ന് സ്വസ്ഥമായിരിക്കേണ്ട ദിവസമാണ്. ദൈവത്തിന് സകലവും സമർപ്പിക്കുന്ന ദിവസമാണ്. പൗലോസിന് ഇതൊക്കെ അറിയാം. അദ്ദേഹം ഒന്ന് അന്വേഷിച്ചു, അവിടെ എങ്ങും ഒരു സിനഗോഗ് പോലും കണ്ടെത്തിയില്ല. അവസാനം എന്നാൽ ഇന്നത്തെ ആരാധന ഒഴിവാക്കിയേക്കാം എന്നല്ല വിചാരിച്ചത്. എന്താ ചെയ്തത്? നമ്മൾ അവിടെ എങ്ങനെയാ വായിക്കുന്നത്? അവർ പുഴവക്കത്ത് അവരാരാധിക്കാൻ തയ്യാറായി. അപ്പോൾ ഓർക്കണം, നിങ്ങളുടെ സാഹചര്യം ചിലപ്പോൾ മോശമായിരിക്കാം, എന്നാലും നിങ്ങൾക്കൊരു കാര്യം ബോധ്യമായിരിക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉള്ള സാഹചര്യത്തിനകത്ത് ദൈവം ഇറങ്ങി വരും എന്നുള്ളത് മറന്നു പോകരുത്. അവിടെ എന്താ കാണുന്നത്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഭക്തന്മാർ ആരാധിക്കുവാൻ പുഴവക്കത്ത് തുടങ്ങിയപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരാരാധിച്ചപ്പോൾ ആണുങ്ങൾ ആരുമില്ല അവിടെ. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? കുറച്ച് സഹോദരിമാര് അവര് കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. അതിനിടയ്ക്ക് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ആ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി, അവരാണ് ആദ്യമായിട്ട് ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഭാഷാജ്ഞാനിയായ പൗലോസ് അദ്ദേഹം പല ഭാഷകൾ ഈ പ്രാർത്ഥനയ്ക്കിടയിൽ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കാണും. എബ്രായ ഭാഷയിൽ വളരെ നൈപുണ്യമുള്ളയാളായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ഭാഷയായിരുന്ന ഗ്രീക്ക് ഭാഷ ഫിലോസഫേഴ്സിന്റെ ലാംഗ്വേജാണ്. ആ ലാംഗ്വേജിൽ അദ്ദേഹം നല്ല കഴിവുള്ളയാളാണ്. അന്നത്തെ റോമാക്കാരുടെ ഭാഷയായിരുന്ന ലത്തീൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിലേതെങ്കിലുമൊക്കെ ഭാഷ തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരിമാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ലൂദിയയുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് ലൂദിയ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ എനിക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂടെ വരണം. താമസിക്കാൻ സൗകര്യമില്ലാതെ അന്യരാജ്യത്ത് എത്തപ്പെട്ട ഭക്തർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഫിലിപ്പിയ നഗരം കർത്താവിന് വേണ്ടി തുറക്കപ്പെട്ടു. ഓർത്തിരിക്കണം, ആ സഭയുടെ വളർച്ച പിന്നെ നമ്മൾ കാണും. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ ഹൃദ്യമായിട്ട് നിങ്ങൾ വീട്ടിൽ പോയി അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ദൈവം എന്തുമാത്രം പ്രവൃത്തികൾ അതിലൂടെ ചെയ്യുന്നത്. ലുദിയ മാനസാന്തരപ്പെടുന്നു. അതിനുശേഷം അവിടെ ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീ മാനസാന്തരത്തിലേക്ക് വരുന്നു. പക്ഷേ വെളിച്ചപ്പാടത്തി വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഈ കർത്തൃദാസന്മാരെ വലിച്ചഴിച്ച് ചന്തസ്ഥലത്ത് കൊണ്ടുപോയി അടിച്ച് അവശരാക്കി അവരെ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് തള്ളിയിട്ടു. അവിടെ വെച്ചും പിറുപിറുക്കാൻ അവർ തയ്യാറായില്ല. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു ക്രിസ്തു ഭക്തന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരെയും കുറ്റം പറയില്ല. അവൻ അപ്പനെയും കുറ്റം പറയത്തില്ല, അമ്മയും കുറ്റം പറയത്തില്ല. ഇറങ്ങിപ്പോരുമ്പോൾ വീട്ടുകാരെയും ഭർത്താവിനെയും ഭാര്യയും ഒന്നും കുറ്റം പറയത്തില്ല. അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അവിടെ എങ്ങനെയല്ലേ കാണുന്നത്? അവർ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങൾ, അവിടുത്തെ രീതി അനുസരിച്ച് 39 അടിയൊക്കെ മേടിച്ച് ശരീരം മുഴുവൻ കീറി വല്ല ചോരയൊക്കെ ഒഴുകുന്ന ഈ പ്രിയപ്പെട്ടവരെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് പൂട്ടിയിട്ടിരിക്കുക. അവിടെയും അവർ ക്ഷീണിതരാണല്ലോ എന്ന് പറഞ്ഞ് കിടക്കുകയല്ല, മറിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാൻ, അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിക്കാൻ തയ്യാറായി. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഭക്തന്മാര് പൗലോസും ശീലാസും ഒക്കെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പുഴവക്കത്ത് അവർ ആരാധിക്കുമ്പോൾ അവർക്ക് തുറന്ന സ്ഥലമായിരുന്നു, കുറച്ച് സഹോദരിമാരെ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് പോലീസ് കാവലിലാ. കാരാഗ്രഹത്തിന്റെ ഉടമ അവിടെയുണ്ട്, പ്രമാണി അവിടെയുണ്ട്. അതിൻ്റെ മധ്യത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായി. സാഹചര്യം മാറുന്നത് കൊണ്ട് മാറുന്നതല്ല ആരാധന. ഇന്ന് പകൽ ഓർത്തിരിക്കണം മക്കളെ, ഇവിടെ ചൂട് കൂടിയാൽ ആരാധന നിന്നു പോകരുത്. ചൂട് കൂടിയാലും ആരാധിക്കണം, തണുപ്പ് കൂടിയാലും ആരാധിക്കണം. എന്തുകൊണ്ടാ? അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതായ ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ബോധ്യം അകത്തുണ്ടെങ്കിൽ അറിയാതെ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയും, കർത്താവേ ഞങ്ങൾക്കറിയാം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് ഈ പകലിൽ നമ്മുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ.
കുറച്ച് കൈകളൊന്നും ഉയരുന്നില്ല. തണുപ്പായതുകൊണ്ട് കർത്താവ് മാറി നിൽക്കുകയാണെന്ന് വിചാരിച്ചാന്നോ? നമ്മുടെ നടുവിൽ കർത്താവ് വന്നിട്ടുണ്ട്. ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തെ ചേർത്ത് പിടിക്കുന്നതായിരിക്കണം ഈ 30-ാം തീയതിയത്തെ മീറ്റിംഗ്. ജൂൺ മാസം മുതൽ ആരംഭിക്കുന്ന നമ്മുടെ അധ്യയന വർഷത്തിൽ, പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ പോക്കറ്റിരിക്കുന്ന പണം കൊണ്ട് കഴിയില്ല. നിങ്ങളെ കരുതാൻ സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ മറ്റ് പോംവഴികളില്ല എന്ന് ഈ രാവിലെ തിരിച്ചറിയുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഭക്തന് ഈ തിരിച്ചറിവ് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകും. സ്തുതിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അഴിഞ്ഞു മാറാനിടയാകും. അങ്ങനെയല്ലേ താഴേക്ക് വായിക്കുന്നത്? ആരാധനയുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ളത് 100% വിശ്വസനീയമായ കാര്യമാണ്. അവർക്കറിയില്ല എന്താ നാളെ നടക്കാൻ പോകുന്നത്, അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അവർക്കൊന്നറിയാം, ഞങ്ങളെ കൈവിടാത്ത ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അർദ്ധരാത്രിയിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഭൂകമ്പം ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ ആരാധിക്കാൻ തയ്യാറായപ്പോൾ ഭൂകമ്പമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഭൂകമ്പത്തിന്റെ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഭൂകമ്പങ്ങളെല്ലാം ആളെ കൊല്ലികളാ, മനുഷ്യരെ കൊല്ലുന്നതാ. പക്ഷെ ഈ ഭൂകമ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്വതവേ നിന്റെ കയ്യിലുള്ള ചങ്ങല അഴിച്ചു കളയുന്നതാ, നിന്റെ കാലെ കിടക്കുന്ന ആമം അഴിച്ചു കളയുന്നതാ. ലോകം നിന്നെ പൂട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ നിന്നെ സ്വതന്ത്രമാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നുള്ളത് ഈ രാവിലെ ഞാൻ പ്രവചനദൂതിൽ വിളിച്ചു പറയുക. അത് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ ഇവിടം കൊണ്ട് ഒതുങ്ങിപ്പോകും, നീ വെള്ളനാട് തന്നെ ഒതുങ്ങുന്നവനായി തീരും, ഇതിനപ്പുറത്തേക്ക് പോകാൻ നിനക്ക് അവസരങ്ങളില്ല എന്ന് പിശാച് പറയുമ്പോൾ ലോകത്തിന്റെ മുൻപിൽ നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നീ ആരാധിക്കാൻ തയ്യാറാകണം. ആരാധിക്കാൻ തയ്യാറായാലുണ്ടല്ലോ, നിന്റെ ചങ്ങലകളൊന്നും വിഷയമല്ല. അത് ലോകമിട്ടതാണെങ്കിലും അത് റോമൻ അധികാരി ഇട്ടതാണെങ്കിലും അത് അഴിക്കാൻ ശക്തനായ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നുള്ളത് ഈ രാവിലെ തിരിച്ചറിയണം. ആ തിരിച്ചറിവോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ജീവിതത്തിൽ നടപാടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയണം. ഈ പ്രിയപ്പെട്ട കർത്തൃദാസൻ ആ തരത്തിൽ പ്രാർത്ഥിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ആരാധനയൊക്കെ വളരെ ശക്തമായപ്പോഴത്തേക്ക് അവരെ അഴിച്ചു വിട്ടു, അവർ പുറത്തു വന്നു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ഫിലിപ്പിയ സഭയുടെ ഭാഗമായി. സഭ അങ്ങ് വളരുകയാണ്. പക്ഷെ അവരവിടെ നിന്ന് കൊരിന്തിലേക്ക്, തെസലോനിക്കയിലേക്കും കൊരിന്തിലേക്കും ഒക്കെ പോകുന്നതാണ് പിന്നെ നമ്മൾ അടുത്ത അധ്യായങ്ങളിലൊക്കെ കാണുന്നത്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കർത്തൃദാസന്റെ ചെവിയിൽ ഒരു വാർത്ത എത്തി. ഫിലിപ്പിയ സഭ വലിയ സഭയെ മെഗാ ചർച്ചായി, നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ മെഗാ ചർച്ചായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് ഒരുപാട് കുത്തിത്തിരിപ്പിന്റെ പഠിപ്പീരുകൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഇന്ന് ഓർത്തിരിക്കണം മക്കളെ, വേദപുസ്തകത്തിന് പുറത്ത് എന്തെങ്കിലും പുതിയ സാധനം അതാരെങ്കിലും പറഞ്ഞാൽ ഓർത്തോണം, അത് ദൈവത്തിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കാൻ ദൈവവചനം നിങ്ങളുടെ ആധാരമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഈ തിരിച്ചറിവ് കൊണ്ടാണ് ഭക്തൻ പറയുന്നത്, നിങ്ങളെ തെറ്റിച്ച് കളയുന്ന ഏത് ശക്തി വന്നാലും അതിനെ എതിർക്കാനുള്ള കരുത്തുണ്ടാകണം. ആ അനുഭവം മനസ്സിലാക്കിയത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിനകത്ത് വെച്ച് തന്നോട് പറയുക, എഴുതുക. പരിശുദ്ധാത്മാ പ്രേരിതനായി ആ പ്രിയപ്പെട്ടവൻ എഴുതുകയാ. എന്താ എഴുതുന്നത്? നിങ്ങൾ വായിക്കണം. ഫിലിപ്പിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കണം, 5-ാമത്തെ വാക്യം വായിക്കണം. ഇപ്പോൾ വായിക്കണ്ട, ഞാൻ വായിക്കാനല്ല, എഴുതി വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. വീട്ടിൽ പോയി ശാന്തമായിട്ട് വായിക്കണം. അവിടെ ഐക്യത പോയി, അവിടെ സന്തോഷം പോയി, ഏക മനസ്സ് പോയി, സകലതും പോയി. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ സഭയിൽ നിന്ന് പോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരോട് പറയുക, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മുടെ അകത്ത് വന്നാൽ 5-ാമത്തെ വാക്യം എന്താ നമ്മൾ വായിച്ചത്? നിങ്ങൾ
ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ജീവിക്കുവാനായിട്ട് ഇടയാകും. നിങ്ങളെ കാണുന്നവർ പറയും, ഇവർ ക്രിസ്തുവിൻ്റെ അനുയായികളാ, ഇവർ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരാ. ജീവിതത്തിനകത്ത് അതിനപ്പുറത്ത് എന്താ നമുക്കൊരു സാക്ഷ്യം വേണ്ടത്? പലപ്പോഴും നമ്മളെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ ഇന്ന് പകൽ ഓർത്തിരിക്കണം, നമ്മുടെ ഡിഗ്രികൾ അസ്ഥാനത്തായി പോകും. ഞാനിപ്പം എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ നല്ല വാക്കിലാണ് പാസ്റ്റർ പരിചയപ്പെടുത്തിയത്. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് കൊണ്ടാണ് ഈ പരിപാടിയെല്ലാം നടക്കുന്നത്. ഞാൻ അകത്തേക്കെടുത്ത ശ്വാസം തിരികെ വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഡോക്ടറും ഇല്ല, പ്രൊഫസറും ഇല്ല, ഒന്നുമില്ല, വെറും ശവമായി മാറുകയാ. ആ ബോധ്യം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ശ്വാസം തന്ന ദൈവത്തിന്, ജീവൻ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയാണ് എനിക്ക് ഇന്നൊരു പകൽ കൂടെ ജീവിക്കുവാൻ, ഇന്നൊരു പകൽ കൂടെ ദൈവത്തിൻ്റെ മുഖത്ത് ദൈവത്തെ ഒന്ന് അന്വേഷിക്കാൻ അവസരം ലഭിച്ചത് എന്ന് നാം മറന്നു പോകരുതാത്ത വസ്തുതയാ. മനോരമയോ മാതൃഭൂമിയോ ഒക്കെ വായിക്കുന്നവരല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 8ാമത്തെ പേജ്. ഇപ്പോഴത്തെ പേജ് 8 എനിക്ക് അറിയത്തില്ല, പണ്ട് 8ാം പേജായിരുന്നു ചരമക്കോളം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലേ. എന്താ, ഇന്നലെ അവരുണ്ടായിരുന്നു, ഇന്നവരില്ല. ഇന്നലെ രാത്രിയിൽ ആ ഫോട്ടോ പത്രത്തിന്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ പുള്ളി പോയി എന്ന് പറഞ്ഞാൽ നമ്മളുമൊക്കെ ആ ലിസ്റ്റിൽ പെടേണ്ടവരായിരുന്നു. പക്ഷെ നമ്മളെ ദൈവം ഒരു ദിവസം കൂടെ തന്നത് മിണ്ടാതിരിക്കാനല്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം സ്തുതിയും സ്തോത്രവും. കർത്താവേ, എൻ്റെ മിടുക്ക് കൊണ്ടല്ല ഞാൻ ഈ ഇരിക്കുന്നത്, നല്ല ചുരിദാറും നല്ല ഉടുപ്പും പാൻസും ഒക്കെ ഇട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ തന്നത് കൊണ്ടാ. ഇല്ലെങ്കിൽ നമ്മളെ പെട്ടിപ്പെടുത്തി കിടത്തിയേനെയും. പക്ഷേ ദൈവം ജീവൻ തന്ന് ഇന്ന് പകലിലൂടെ കൊണ്ടുവന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ. നാളെ നിങ്ങളെ ആക്കി വെക്കേണ്ട ഒരു സ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാ. ആ പദ്ധതിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വചനത്തിന്റെ ചിന്ത ഞാൻ അവിടെ അവസാനിപ്പിക്കുക. നിങ്ങൾ വീട്ടിൽ പോയി ശാന്തമായിട്ട് ധ്യാനിക്കണം. ക്വയറ്റ് ടൈം എടുക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ച് കൈപൊക്കിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു ക്വയറ്റ് ടൈം വേണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തിരുമ്മി എഴുന്നേൽക്കുമ്പോൾ ഓടി വന്ന് വാട്സപ്പ് അല്ല നോക്കേണ്ടത്, അതൊക്കെ പതിയെ നോക്കിയാൽ മതി. രാവിലെ എഴുന്നേറ്റ് ആ കട്ടിലയിൽ ഇരുന്നായാലും ചില നിമിഷങ്ങൾ, കർത്താവേ അങ്ങേക്ക് നന്ദി, കഴിഞ്ഞ രാത്രി ഞാൻ 10 മണിക്കോ 10:30ക്കോ കിടന്നു, വിശ്രമത്തിനായിട്ട് പോയി. ഒരു അരമണിക്കൂറൂടെ എനിക്ക് ബോധമുള്ളായിരുന്നു, പിന്നെ ഞാൻ അറിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ ഈ രാവിലെ എന്നെ എഴുന്നേൽപ്പിച്ചത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുക. അങ്ങ് ഞങ്ങളോട് കാണിച്ച മഹാദയക്ക് ഞാൻ നന്ദി പറയുക. ചില നിമിഷങ്ങൾ ഇരുന്ന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നിട്ടേ കട്ടിലേന്ന് ഇറങ്ങി പോരാവൂ. വെപ്രാളം പിടിച്ച് കണ്ണ് തിരുമ്മി എഴുന്നേറ്റ് ഓടി വന്ന് മൊബൈലും ഒക്കെ എടുത്ത് മാന്തി ഇരിക്കുന്ന സ്വഭാവം നമ്മൾ മാറ്റണം. അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകണം. എന്താ വ്യത്യസ്തത? മുൻപേ ദൈവമുഖം അന്വേഷിക്കണം, ദൈവത്തെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് പറയണം, കർത്താവേ എനിക്ക് ഇന്ന് പകൽ മുഴുവൻ ജീവിക്കാൻ അങ്ങയുടെ കൃപ വേണം. അങ്ങൻ്റെ കൂടെ എഴുന്നേറ്റിരിക്കുകയല്ലേ, അങ്ങൻ്റെ കൂടെ എപ്പോഴും ഉണർന്നിരിക്കുകയല്ലേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് പകൽ ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ പകരണം. ഞാൻ ഈ പറഞ്ഞതേ 2-ാം തീയതി രാവിലെ സ്കൂളിൽ പോകാൻ തയ്യാറാകുമ്പോൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഈ ചിന്തയോടുകൂടി കൂടി എഴുന്നേറ്റാൽ നിങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യം കൂടെ പോകും. ദൈവം നിങ്ങളോടൊപ്പം സഞ്ചരിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ കൈക്ക് ചേർത്ത് പിടിക്കും. മകനെ മകളെ എന്നുള്ള ഇമ്പമാർന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആ അനുഭവത്തിൽ മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാനൊരു 5W വെച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, 5 Wയും 1 Hഉം ഇംഗ്ലീഷിലെ പദങ്ങളാണല്ലോ. വൈ, വെൻ, ഹൂ, വിച്ച്, വേർ. ഒരുപാട് ചോദ്യങ്ങളാണ്. നമ്മളിങ്ങനെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുക. വരും ദിവസങ്ങളിൽ നമ്മുടെ മുൻപിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകാം. ഈ ചോദ്യങ്ങളെ ആരാ മറുപടി തരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് എവിടെ നിന്നാ മറുപടി കിട്ടാൻ പോകുന്നത്? മറുപടി കിട്ടാൻ നിങ്ങൾക്ക് ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനമാ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നല്ലാതെ ഒരു മറുപടിയും ലോകത്തിന് തരാനില്ല. ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും ഇന്ന് ശാസ്ത്രജ്ഞർ തിരയുന്ന ഒരേ ഒരു പുസ്തകം ഈ സത്യവേദ പുസ്തകമാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അവർക്കറിയാം ഇതിനകത്തുണ്ട് സകലതും. ഈ അമൂല്യ ഗ്രന്ഥത്തിനകത്താ സകലതും ഇരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ അടുത്തു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നിങ്ങളുടെ സത്യവേദ പുസ്തകമായിരിക്കണം. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുകയാണ്. 1ാമത്തെ പ്രധാനപ്പെട്ട പദം, ഈ 3 പദങ്ങൾ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിനകത്ത് പേനയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും എഴുതണം. ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തന്നെ നോക്കാൻ കഴിയും. കുറച്ച് പേർക്കൊക്കെ കണ്ണാടിയുണ്ട് അല്ലേ? എനിക്കും കണ്ണാടിയുണ്ട്. കണ്ണാടി വെച്ച് നാം അകത്തേക്ക് നോക്കുന്നു. ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, സ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെക്സ് ഉപയോഗിച്ച് ഒരു വലിയ കണ്ണാടി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് അകത്തേക്ക് നോക്കാനുള്ള ഒരു കഴിവ്. നിങ്ങളുടെ അകത്തേക്ക് നിങ്ങൾക്ക് ഓരോ ദിവസവും നോക്കാനുള്ള കഴിവുണ്ടാകണം. എന്തിനാ നിങ്ങൾ അകത്തേക്ക് നോക്കുന്നത്? നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അമൂല്യമായ കഴിവുകൾ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ സഭ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസ്റ്റർ, ഇതെല്ലാം നമുക്ക് ഓരോ ദിവസവും നോക്കാനും ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ഉള്ള കഴിവുണ്ടാകണം. എ പേഴ്സൺ ഹു ഇൻട്രോസ്പെക്ട്സ് ക്യാൻ ഈവൻ ജസ്റ്റ് സ്റ്റാൻഡ് ഫേം ആൻഡ് മൂവ് ഫോർവേഡ്. അവർ കുറച്ചു നിൽക്കാൻ കഴിയും, മുൻപോട്ട് പോകാൻ കഴിയും. എന്തുകൊണ്ടാ? നമ്മൾ അകത്തെ മനുഷ്യനെ ഓരോ ദിവസവും ഈ കണ്ണാടിയിലൂടെ അവൻ നോക്കുമ്പോൾ അവനെ കാണാൻ കഴിയുന്നുണ്ട്. എന്താ അവനെ കാണുന്നത്? ഞാൻ ആരാണെന്നുള്ള ബോധ്യത. ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അയ്യോ, എനിക്കിനിയും പ്രതീക്ഷകളില്ല, ഞാൻ ചത്തേക്കാം, എനിക്കിനിയും ജീവിക്കണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത് എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടാ. ഭൂമിയിൽ ഇപ്പം നമ്മൾ കാണുന്നതിൽ ഏറ്റവും വലിയ മൃഗം ആനയാണ് അല്ലേ? നിങ്ങളുടെ ഇതുവഴി ഉത്സവത്തിനോ വല്ലതും കൊണ്ടുപോകുന്ന ആനയെ ഒന്ന് നോക്കിയേ. ഇത്രയേ ഉള്ളൊരു 4.5 അടിയുള്ള ഒരു മനുഷ്യൻ, ഒരു പാപ്പാൻ അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന കാണാം. ഇരിക്കാനെ, വലത്താനെ, കിടക്കാനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതുപോലെ ചെയ്യുക. എന്താ കാര്യം? ആനയ്ക്കറിയത്തില്ല ആനയുടെ സൈസ്. കാരണം ദൈവം അതിനൊരു കുഞ്ഞ് കണ്ണാ കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ച് അവൻ നോക്കുമ്പോൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കാണുന്നുള്ളൂ. അവൻ്റെ ആളത്തം അറിയാൻ വയ്യാത്തത് കൊണ്ട് ആന ഇതിന് കീഴ്പ്പെട്ടിരിക്കുകയാ. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. നമുക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിയാനുള്ളൊരു കരുത്ത് ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ കരുത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്തരായി മാറാനായിട്ട് കഴിയും. ഇന്ന് നമുക്കതിനുള്ള കഴിവില്ല. നമ്മളെല്ലാം ഒതുങ്ങി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ വളരണം. ആ വളർച്ചയ്ക്ക് എല്ലാ പ്രഭാതത്തിലും ആദ്യം വേണ്ടത് എന്താ? ഇൻട്രോസ്പെക്ഷൻ. അകത്തേക്ക് നോക്കാൻ, ദൈവത്തിന് നന്ദി കരയേറ്റാൻ ഒരനുഭവം നിങ്ങൾക്കുണ്ടാകണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് റിട്രോസ്പെക്ഷനാ. റിട്രോ എന്ന് പറഞ്ഞാൽ എന്താ? പുറകിലേക്ക് നോക്കാനുള്ള കഴിവ്. വന്ന വഴി, ഞാൻ കയറി വന്ന സ്റ്റെപ്പുകളൊക്കെ കണ്ടു. ഈ വന്ന വഴിയൊക്കെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ 10-40 വർഷങ്ങളായി നടന്നു വന്ന വഴികളെക്കുറിച്ച് ഞാൻ ഓരോ ദിവസവും ചിന്തിക്കണം. എന്തിനാ? ഇടയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിലൊക്കെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകണം. എല്ലാ ദിവസവും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ വന്ന വഴികളിലേക്കൊന്ന് മനസ്സിലാക്കണം. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, ഞാൻ ഇതുവഴിയാ വന്നത്. യാക്കോബിനെ കുറിച്ച് നമ്മൾ എന്താ പഠിക്കുന്നത്? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉഡായിപ്പിന്റെ ആശാൻ അല്ലേ? സ്വന്തം അപ്പനെ കളിപ്പിച്ച, സ്വന്തം സഹോദരനെ കളിപ്പിച്ച, അമ്മായിയപ്പനെ കളിപ്പിച്ച, എവിടെയെല്ലാം താൻ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കളിപ്പീരാ താൻ നടത്തിയിട്ടുള്ളത്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു ബേഥേലുണ്ടായിരുന്നു. ബേഥേലിന്റെ അനുഭവം എന്താ? ബേഥേലിൽ വെച്ച് താൻ ദൈവവുമായിട്ട് അഭിമുഖമായി നിന്നു. യാബോക്കിന്റെ കടവിൽ വെച്ച് താൻ ആ മല്ല് പിടിക്കുന്ന സമയത്ത് തനിക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഇനിയും വിജയിക്കില്ല. ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെങ്കിൽ മാത്രമേ ഉബായിയെ ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റുവാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ യാക്കോബ് എന്ന പേര് മാറി. എന്തായി മാറി? ഇസ്രായേൽ എന്ന പേര്. ദൈവത്തിന്റെ പ്രഭു, ദൈവം നിന്നെ ആദരിക്കാൻ പോകുന്ന വ്യക്തിത്വം എന്ന അനുഭവത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ആ ദൈവവുമായിട്ടൊരു അഭിമുഖമായി നിൽക്കുവാൻ, ആ ചിന്തകളിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ഇൻട്രോസ്പെക്ഷൻ വേണം, റിട്രോസ്പെക്ഷൻ വേണം. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ? വിഷൻ, ദർശനമുണ്ടാകണം. ദർശനത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നിൽക്കുമ്പോൾ നാളെയെ കാണാൻ കഴിയണം. 500 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുനാഥൻ ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ജനിക്കാൻ പോകുന്നതിനെ കുറിച്ച് യെശയ്യാവ് ദർശനത്തിൽ താൻ എഴുതി. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേര് എബ്രായ ഭാഷയിൽ നബി എന്ന. നബി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡിങ് ടുഡേ ആൻഡ് സീയിങ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ഇന്ന് നിൽക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ്
ദർശകൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നിൽക്കുമ്പോൾ മനസ്സിലാകണം, അടുത്ത 20 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെയായിരിക്കും, ഞാൻ ആരായിരിക്കും, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഞാൻ എവിടെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാകണം. ഞാൻ ഒരു നിരാശപ്പെട്ടു പോകരുത്. ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ അടുത്ത 20 വർഷം കഴിയുമ്പോൾ എവിടെയായിരിക്കും, എനിക്ക് ഒരു പുത്തൻ ഭാവി, ഒരു അനുഗ്രഹീതമായ ഭാവി എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നമാണ്, ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാർ താൻ പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്ന ആദ്യത്തെ വാക്ക വിഷൻ. നിങ്ങൾക്കൊരു ദർശനമുണ്ടോ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല, നിങ്ങളെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം സ്വപ്നമുള്ളവൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ളതാ. യോസഫിൻ്റെ ചരിത്രമൊക്കെ വായിച്ചാൽ അത് മനസ്സിലാക്കാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും ദർശനത്തോടു കൂടി മുൻപോട്ട് പോകാനായിട്ട് കഴിയണം. എനിക്ക് ഒരുപാട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിന് സമയമെടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത്. ഒന്ന്, ഭാവിയെക്കുറിച്ചുള്ളതായ ചിന്ത, അനുഗ്രഹീതമായ ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. 2, എന്നും വിജയം എന്ന് പറയുന്ന വസ്തുതയെക്കുറിച്ചുള്ളതായ തലച്ചോറ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. എനിക്ക് പഠിക്കണം, എനിക്ക് കഷ്ടപ്പെടണം, എനിക്ക് ആ സ്ഥാനത്തേക്ക് എത്തണം, എനിക്ക് സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഞാൻ കഷ്ടപ്പെടണം. 3-മത്തേത് ഗോൾസ് ആണ്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ളതായ മാർഗങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വളരണം, ക്രിയേറ്റീവ് ആകണം, ഇന്നോവേഷൻ ഉണ്ടാകണം. 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ഒരു വശത്തും 3 കൺസെപ്റ്റ്സ് ഇടതുവശത്തും 2 ഭാഗവും കൂടെ കൂടിച്ചേർക്കുമ്പോഴാണ് ദർശന സാഫല്യമായി മാറുന്നത്. ആ തരത്തിലേക്ക് വളരാനുള്ളതായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് എനിക്കൊരു സ്വപ്നമുണ്ട്, ഞാൻ ഇന്ന് മുതൽ നന്നായിട്ട് ഈ തണുപ്പത്ത് കിടന്ന് പുതച്ചുറങ്ങാമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ അവിടെ എത്തത്തില്ല. കഷ്ടപ്പെടണം, നന്നായി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി തയ്യാറാകണം. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് എത്താൻ കഴിയും. ദൈവം നിങ്ങളെ അവിടെ എത്തിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളതായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഞാനൊരു 4 പ്രധാനപ്പെട്ട വസ്തുതകൾ ഒന്ന് ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന 4 പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ്, അതിനകത്ത് നാം എവിടെയാണെന്നുള്ളതൊന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്നത് എറിക് ബേൺ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു ഭാഗമാണ് അടർത്തിയെടുത്തിരിക്കുന്നത്. എറിക് ബേൺ, ERIC, എവിടെയെങ്കിലും ചേർത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ചേർത്തിട്ടില്ല. ERICBERNE, വളരെ പ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് എറിക് ബേൺ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സിൽ, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സിൽ ഒന്നാണ് TA എന്ന് പറയും, ട്രാൻസാക്ഷണൽ അനാലിസിസ്. നമുക്ക് തന്നെ വളരാനുള്ള സാധ്യതകൾ ഉണ്ട്. ആ വളർച്ച എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, നമ്മൾ ബഹുഭൂരിപക്ഷവുമുള്ള ആൾക്കാർ ഇതിനകത്തെ ഏത് കോളത്തിലാണ് വരുന്നത് നിങ്ങൾക്കറിയാമോ? ഏത് കോളത്തിലാണ് നമ്മൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നത് അറിയാമോ? ആദ്യത്തെ കോളത്തിലാണ്. I am not okay, you are okay. ഞാൻ കഴിവില്ലാത്തയാളാ, എനിക്ക് യാതൊരു ഗുണവുമില്ല, ബാക്കി എല്ലാവരും മിടുക്കരാ. ഈ ചിന്തയാണ് നമ്മിൽ നല്ലൊരു ശതമാനം, ഒരു 45%. നിംഹാൻസ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരു അപ്പർ ഹാൻഡാണ് ഇന്ന് ഇന്ത്യയിലുള്ള നിംഹാൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, ബാംഗ്ലൂരിലെ വളരെ പ്രസിദ്ധമായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ കണക്കനുസരിച്ച് നമുക്കിടയിൽ ഒരു 45% പേര് ഈ പ്രശ്നത്തിൽ നിൽക്കുന്നവര്. എനിക്ക് യാതൊരു കഴിവുമില്ല, ബാക്കി എല്ലാവരും കഴിവുള്ളവരാ. എന്താ ഇതിനെ വിളിക്കുന്ന പേര്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം. ഇൻട്രോവേർട്സ് എന്നൊരു ഓമന പേരും കൂടെ അതിന് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇൻട്രോവേർട്സിനെ കണ്ടിട്ടുണ്ടോ? സൂവിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? നമ്മുടെ മൃഗശാലയിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? വളരെ കുറച്ച്. അയ്യോ, ഇത്രയും ദൂരമല്ല ഉള്ളൂ, ഇവിടുന്ന് ഒരു 10, 20, 22 കിലോമീറ്റർ. എല്ലാവരും പോകണം കേട്ടോ. അവധിക്ക് ഇനിയും ഓണത്തിൻ്റെ അവധി വരുമ്പോഴത്തേക്ക് എല്ലാവരും നിർബന്ധമായിട്ട് പോകണം. 10, 75, 80 വയസ്സ് പ്രായമുള്ള ഒരാമയുണ്ട് അവിടെ. നല്ല പ്രായമുള്ള, ഏറ്റവും പ്രായമുള്ള ഒരു മുതുമുത്തച്ച് ആമ കിടപ്പുണ്ട്. ആ ആമയുടെ അടുക്ക ചെന്നാൽ പ്രായം കൊണ്ട് പുള്ളിക്കാരി വളരെ ദൂരെയാണ്, പക്ഷേ തല കാണാൻ വലിയ പാടാണ്. നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ തല അകത്തോട്ട് വലിച്ചേച്ചിരിക്കും. എന്താ ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആമയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒത്തിരി കഴിവുകളുണ്ട്. ഒന്ന്, ഒരുപാട് ആയുസ്സുള്ള ജീവിയാണ്. 2,
ഏത് പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ വേണ്ടി വലിയ കട്ടിയുള്ള തോട് കൊടുത്തു. ഒരു പാണ്ടിലോറ് കയറി ഇറങ്ങിപ്പോയാലും ഒന്നും സംഭവിക്കത്തില്ല, കൂളായിട്ട് അത് നടന്നങ്ങ് പോകും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഴിവൊക്കെ ഉണ്ട്. പക്ഷേ എന്നും അതിൻ്റെ തലയകത്താ, അയ്യോ എനിക്ക് കഴിവൊന്നുമില്ലേ, എനിക്കൊന്നും പറ്റില്ല, ഞാനൊരു പാവമാണ്, എന്നെ ആരും ശ്രദ്ധിക്കല്ലേ എന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. നമ്മളിൽ പലരും നമ്മുടെ കഴിവുകളെല്ലാം എവിടെയോ ഒളിപ്പിച്ച് വെച്ച് ജീവിക്കുന്നവരാ. ഇല്ല, നമ്മുടെ തല കുറച്ച് പുറത്തേക്ക് ഇടണം. എന്തിനാ? ലോകം കാണണം. ലോകം കാണുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട് കഴിയണം. അവിടെയാണ് നമ്മൾ വളരാനായിട്ട് തയ്യാറാകുന്നത്. ജീവിതത്തിനകത്ത് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ നമ്മൾ തളർന്നേ പോകത്തുള്ളൂ, താഴോട്ടേ പോകത്തുള്ളൂ, മുകളിലോട്ട് കയറി വരില്ല. ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടുണ്ട്, അമ്മയുടെ ഇങ്ങനെ മറവി വന്ന് നിൽക്കും. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാ, ഒന്നും പറയാൻ വേണ്ടിയത്. അമ്മ പിടിച്ച് വലിച്ചൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവരും. ഈ സാറിനോട് ഇച്ചിരി നേരം സംസാരിക്കുക എന്ന് പറഞ്ഞൊക്കെ വലിച്ചിറക്കിയൊക്കെ വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പ്രശ്നം? അയ്യോ എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് കഴിവില്ല, എനിക്ക് ഒന്നിനും കഴിവില്ലാത്ത ആളാ, അത് പാടില്ല, നമ്മളവിടെ നിന്ന് മാറണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. നാലാമത്തേതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട, അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സാണ്. ഞാൻ മാത്രമേ കഴിവുള്ളൂ. ഷാജി ബ്രദറിനോടൊക്കെ ചോദിച്ചറിയാം, എനിക്ക് കലയെ ഒരു 14 വർഷമായിട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് കലയത്തെ സ്ഥിരം തല കാണിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അവരില്ലെങ്കിൽ അവിടെ ഒരു പരിപാടി ഇല്ല എന്നൊരു ചിന്തയാണ്. ശവമടക്കാകട്ടെ, ആരെങ്കിലും മരിച്ചാലാകട്ടെ, കല്യാണത്തിനാകട്ടെ, എല്ലാം ഇപ്പോഴും അവരുടെ തല അവിടെ കാണും. എന്താ? ഞാൻ ഉണ്ടെങ്കിലേ കല്ലയമുള്ളൂ, ഞാൻ ഉണ്ടെങ്കിലേ വെള്ളനാടുള്ളൂ, ഞാൻ ഉണ്ടെങ്കിലേ തിരുവനന്തപുരം ഉള്ളൂ. നമ്മുടെ മനോരമയുടെ 3-ാമത്തെ പേജ് വായിച്ചാൽ ലോക്കൽ വാർത്തകൾ, അതിനകത്ത് നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പലരുടെയും ഫോട്ടോസ് മിക്കവാറും എല്ലാ ആഴ്ചയിലും 2-3 പ്രാവശ്യം വരും. എവിടെയെങ്കിലും നാട മുറിക്കുന്നതിൻ്റെ മുമ്പിൽ ഫോട്ടോഗ്രാഫറെ കാണുമ്പോൾ ഈ പുള്ളി വന്ന് തല ഇങ്ങനെ കാണിക്കും. കാരണം എല്ലാവരുടെയും മുമ്പിൽ പുള്ളിയുടെ ഫോട്ടോ ഒന്ന് കാണണം. ഇവരെ ഇലക്ഷന് നിർത്തിയാൽ ഏറ്റവും വലിയ രസം, അവരെത്ര പ്രാവശ്യം തോറ്റാലും പിന്നെയും മത്സരിക്കും. അവർക്ക് യാതൊരു നാണവുമില്ല. കാരണം എന്താ? എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, അവർ വോട്ട് ചെയ്യാഞ്ഞുകൊണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത പ്രാവശ്യവും മത്സരിക്കും. ഈ ചിന്തയാണ് അവർക്ക്. അവരിങ്ങനെ വളരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഒരു പ്രശ്നം അവർക്കുണ്ട്, യു ആർ നോട്ട് ഓക്കെ, നിങ്ങൾക്ക് കഴിവില്ല എന്ന ചിന്തയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് പാടില്ല. നമുക്കിടയിലും ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ. അവരങ്ങ് വളരാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷെ വേറെ ആരെയും വളർത്തത്തില്ല. പൗലോസ് അപ്പോസ്തലൻ എന്ന് കണ്ടേ, പൗലോസ് അപ്പോസ്തലൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും മിടുക്കനായിരുന്നു, ഏറ്റവും അനുഗ്രഹീതനായ ദൈവദാസൻ. ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് ഭാഷാജ്ഞാനമുള്ള, ഒരുപാട് ഡിഗ്രീസ് ഉള്ള മനുഷ്യൻ. അന്നത്തെ യൂണിവേഴ്സിറ്റി തലത്തിലെ ഒരു 4-5 PhD കരസ്ഥമാക്കിയിരുന്ന മനുഷ്യനാണ് ആ പൗലോസ് അപ്പോസ്തലൻ. പക്ഷെ പുള്ളി ഓരോ ചെറുപ്പക്കാരെയും കൂടെ ചേർത്ത് അവരെ വളർത്തുന്നത് നിങ്ങളൊന്ന് നോക്കിയേ. തിമത്തിയോസ്, പത്രോസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം തിമത്തിയോസിനെ ഒഴിച്ചതാ. കാരണം എന്താ? അവൻ്റെ അപ്പൻ ഗ്രീക്കുകാരനാണ്, അവനെ യഹൂദ പാരമ്പര്യമില്ല, ഇവനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പറയുമ്പോൾ അവനെ ചേർത്ത് പിടിച്ചു. ഇവൻ മിടുക്കനാ, ഇവൻ ക്രേത്തയിലെ ബിഷപ്പാകാൻ യോഗ്യനാ, ഇവൻ അങ്ങോട്ട് വിട്ടാൽ അവൻ അവിടെ സഭ സ്ഥാപിക്കും എന്ന് മനസ്സിലാക്കി വളർത്താൻ സഹായിച്ച ഒരു ഭക്തനാ. ഇതാണ് നമുക്കിടയിലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത്. മറ്റുള്ളവർ വളരട്ടെ, എന്നോടൊപ്പം അവരും വളരട്ടെ, അവരും വളരുമ്പോൾ ദൈവനാമത്തിന് മഹത്വമായി തീരുമെന്ന് ചിന്തിക്കുന്ന ഒരു അനുഗ്രഹീതമായ തലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. മൂന്നാമത്തേതാണ് ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതെന്താ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ഗുണമില്ലാത്തതാ, നിങ്ങൾ ഓരോരുത്തരും ഗുണമില്ലാത്തതാ. ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഡിസ്ട്രക്ഷണൽ കോംപ്ലക്സ് എന്നാ. സ്വയം നശിക്കുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കാൻ തയ്യാറാകുന്നു. വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. ഇന്ന് പകൽ മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ സ്പീഡിലങ്ങ് പോകുന്നു, പക്ഷേ നമുക്കകത്ത് ഇതിനകത്ത് ഏതോ ഒരു സാധനമുണ്ട്. അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് 4ലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 2-3 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിനകത്ത് ഒന്നുകിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ, ഡിസ്ട്രക്ഷണൽ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അത് മാറ്റിയിട്ട് 4-ാമത്തെ കോംപ്ലക്സിലേക്ക് നമ്മൾ വരണം. അതിനെ കൺസ്ട്രക്ഷണൽ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ഐ എം ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഗുണമുള്ളയാളാ, നിങ്ങൾ ഓരോരുത്തരും ഗുണമുള്ളതാ. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കയറി നിന്ന്. പാടാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. കാരണം ഞാൻ പാടിയാൽ ഇപ്പം തന്നെ ഇവിടെ ആശീർവാദം പറയും പാസ്റ്റർ. കാരണം പാസ്റ്റർക്ക് അറിയാം, എൻ്റെ പാട്ട് കേട്ടാൽ നിങ്ങളാരും ഈ മഴയത്ത് നിൽക്കില്ല, നിങ്ങൾ ഓടിക്കളയും മഴയും പെയ്ത്. കാരണം എന്താ? ദൈവം എനിക്ക് ആ കഴിവ് തന്നിട്ടില്ല. പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന കഴിവിനെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. അവിടെ നിങ്ങളതിനെ വളർത്തിയെടുക്കണം.
finding the potentials and developing that potential for the betterment of Jesus Christ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ അകത്തുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഞാൻ സാധാരണ പറയും, നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്കും നമ്മുടെ യുവജന പ്രസ്ഥാനത്തിനുമൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ കണ്ടെത്താനുള്ള പ്രത്യേക താലന്ത് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് കണ്ടെത്തണം. മോളെ, നല്ല പാട്ട്, നല്ല ശ്രുതി ഒന്ന് പാടി പാട്ട് ശരിയായി വരുമ്പോൾ അവളെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യണം. അത് ശരിയായ തലത്തിലേക്ക് വരുമ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത് ഉപയോഗിക്കാൻ. അഹങ്കാരമൊക്കെ വരും ചിലപ്പം, കാരണം പാട്ടുകാർക്കാണ് ഈ കുറച്ച് അഹങ്കാരം അല്ലേ. വേദപുസ്തകത്തിൽ അങ്ങനെ ലൂസിഫറൊക്കെ പാടിപ്പാടിയാണ് അവസാനം വെട്ട് വീഴേണ്ടി വന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അറിയാം നമ്മുടെ കൈവിട്ട് പോകും. പക്ഷേ നമ്മൾ അന്നേരം ഓർത്തണം, ദൈവം തന്നൊരു കഴിവാ, അത് ഞാൻ ഇച്ചിരി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറം ലിമിറ്റ് വിട്ടു പോകാനായിട്ട് പാടില്ല എന്നുകൂടെ ചിന്തിക്കണം. പക്ഷേ നമ്മൾ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം. I am okay, you are also okay. ഞാൻ ഗുണമുള്ളയാളാ, നിങ്ങൾ ഓരോരുത്തരും കഴിവും ഗുണവുമുള്ളവരാണെന്നുള്ള തിരിച്ചറിവുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ഈ ആദ്യത്തെ 3 എണ്ണം ഏതെങ്കിലും ആൾക്കാർക്കുണ്ടെന്ന് നിങ്ങളുടെ തലച്ചോറിനകത്തുനിന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഹൃദയത്തിനകത്തുനിന്ന് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി. ഞാൻ ഏതിനകത്താണ്? ഞാൻ വീട്ടിൽ ഒതുങ്ങി ആരും കാണാതെ വല്ല ഗസ്റ്റോ വല്ല വരുമ്പോൾ കട്ടിലടിയിലോട്ട് കയറി പോകുന്നയാളാണോ? ആരെയും കാണാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവമാണോ? അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് വരണം. എൻ്റെ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. അല്ല, ആര് വരുന്നാലും ഗേറ്റിൻ്റെ അവിടേക്ക് ചാടി ഇറങ്ങി ഞാൻ ഉണ്ടേ എന്ന് പറയുന്നയാളാണോ? മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് ഇഷ്ടപ്പെടാത്തയാളാണോ? മാറണം. മൂന്നാമത്തെ എന്താ? എനിക്കും കഴിവില്ല, വീട്ടിൽ ആർക്കും കഴിവില്ല, ഞങ്ങളെല്ലാം ഗുണമില്ലാത്തവരാണെന്ന് പറയുന്നയാളാണോ? ഈ 3 കാറ്റഗറിയിൽ നിന്നും നമ്മൾ ഇന്നത്തെ ഈ സെമിനാർ കഴിഞ്ഞ് പോകുമ്പോൾ 4ാമത്തെ കാറ്റഗറിയിൽ I am okay, you are okay എന്ന ഗുണമുള്ള അനുഭവത്തിലെ കൺസ്ട്രക്ഷണൽ കോംപ്ലക്സ് എന്നാ അതിൻ്റെ ഇംഗ്ലീഷിലെ പദം. കൺസ്ട്രക്ഷണൽ, സ്വയം പണിയുന്നു, മറ്റുള്ളവരെ പണിയാൻ സഹായിക്കുന്ന കോംപ്ലക്സ്. ഞാൻ 1-2 കൊച്ചുദാഹരണങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ ചലഞ്ചസിലേക്ക് പോകാം. എനിക്ക് തന്നിരിക്കുന്ന സമയം വളരെ വേഗത്തിൽ ഓടിപ്പോവുക, വളരെ പെട്ടെന്ന് ഞാൻ നിർത്താം. പക്ഷേ അതിനു മുമ്പായിട്ട് 2-3 പ്രധാനപ്പെട്ട ചിന്ത. ഈ പടം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം സിറ്റിയിലേക്ക് പോയിട്ടുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നാലാഞ്ചിറ വഴി പോയിട്ടുള്ളവർ? മാർവാനിയോസ് വിദ്യാനഗർ എന്ന് പറയുന്ന ഗേറ്റാ. അതിനിപ്പുറത്ത് അതിൻ്റെ ശില്പിയാ. താഴെ കാണുന്നത് ഒരു ഹെലികോപ്റ്റർ ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഡ്രോൺ വഴി എടുത്ത മാർവാനിയോസിൻ്റെ ഒരു പിക്ചറാണ്, മാർവാനിയോസ് നഗറിൻ്റെ ഒരു പിക്ചറാണ് 3ാമത് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഞാനിത് വെച്ചതെന്നറിയാമോ? ഞങ്ങളുടെ നാട്, എൻ്റെ നാട് മാവേലിക്കരയാണ്. മാവേലിക്കരയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 1934 കാൽനടയായിട്ട് നടന്ന് നാലാഞ്ചിറ എത്തിയ മനുഷ്യനാണ് നമ്മൾ ഈ ചിത്രത്തിൽ. ഇന്നിപ്പോൾ വലിയ പകിട്ടുമൊക്കെ ഉണ്ട്, കാരണം പുള്ളി വലിയ വിശുദ്ധനുമൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ വലിയ പദവിയൊക്കെ വന്ന. അന്ന് അങ്ങനെയൊന്നും അല്ല, സാധാരണക്കാരനായിട്ട് നടന്ന് നാലാഞ്ചിറ എത്തി കൗടിയാർ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ദർശനം രാജാവുമായിട്ട് പങ്കുവെച്ചൊക്കെയാണ് 147 ഏക്കറുള്ള ആ വിദ്യാനഗറൊക്കെ തനിക്ക് കിട്ടുന്നത്. പക്ഷേ തൻ്റെ അകത്തൊരു ദർശനമുണ്ടായിരുന്നു. നാളെ ചില പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു അനുഗ്രഹമാകും, ഞാൻ മുഖാന്തരം ക്രിസ്തുനാഥൻ്റെ നാമം ഉയർത്തപ്പെടണം എന്ന് അന്ന് ചിന്തിച്ച ആ മനുഷ്യൻ അതിനുവേണ്ടി പ്രയത്നിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെയൊരു ഇങ്ങനൊരു സ്ഥാപനം നമുക്ക് ലഭിക്കാനിടയായി തീർന്നത്. ആ ക്യാമ്പസിനകത്തെ ഞാൻ ഈ കാണിക്കുന്ന ആ മെയിൻ ഗേറ്റിനകത്തേക്ക് നിങ്ങൾ കയറിയാൽ LKG അല്ല pre-KG ക്ലാസ്സിലേക്ക് ബദനി വിദ്യാലയയിലോ അല്ലെങ്കിൽ സർവോദയയിലോ സെൻറ്റ് ജോൺസിലോ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു pre-KG സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾ അകത്തേക്ക് കയറിയാൽ PhD കഴിഞ്ഞ് അടുത്ത ഗേറ്റിലൂടെ ഇറങ്ങിപ്പോരാം. അത്രയ്ക്ക് സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. 21 പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ, തിയോഫിലോസ് ട്രെയിനിങ് കോളേജ് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു ക്യാമ്പസിനകത്തുണ്ട്. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ദർശനം, നാളെയെക്കുറിച്ച് സ്വപ്നം കണ്ട മനുഷ്യൻ. 100 വർഷം പോലും ആയില്ല, 2034 ആകണം. 100 വർഷമാകണമെങ്കിൽ 100 വർഷങ്ങളാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായിട്ടിടയായി തീർന്നു. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് കാണുന്ന സ്വപ്നം നാളെ അത് ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ഇന്ന് സ്വപ്നം കാണാൻ പഠിക്കണം. ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് നാളെയെക്കുറിച്ച് സ്വപ്നം കാണാൻ തയ്യാറായാൽ ജീവിതത്തിൽ നിങ്ങൾ മാറും. നിങ്ങൾ മുഖാന്തരം ക്രിസ്തുനാഥൻ്റെ നാമം ഉയർത്തപ്പെടാനായിട്ടിടയാകും.
എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? അയ്യോ ഞാൻ പെണ്ണാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റും. എത്രയോ പ്രിയപ്പെട്ടവരാ ലോകത്തെ കിടുകിട വിറപ്പിച്ച വനിതകളായി മാറിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന എത്രയെത്ര സഹോദരിമാരാ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തത്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചത് വന്യ വയോധികയായ ഒരു മാതാവാ. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. മേരി വീംസ് ചാപ്മാൻ എന്ന് പറയുന്ന ഒരു അമ്മച്ചി ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് അവര് മാവേലിക്കരയ്ക്ക് നടന്നു വന്നു. അന്ന് അവിടെ എത്തിയതാ, അവിടെ വെച്ചാണ് മരിച്ചത്. ഞങ്ങളുടെ അടുത്തുള്ള സെമിത്തേരിയിലാണ് പുള്ളിക്കരി അടക്കിയത്. ആ പ്രിയ മാതാവിൻ്റെ ദർശനമാ അസംബ്ലീസ് ഓഫ് ഗോഡ് ഈ കേരളത്തിൽ 1500-2000 ചർച്ചസ് ഉണ്ടാകത്തക്ക രീതിയിൽ വളർത്താനിടയാക്കി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായോ? സ്ത്രീയാണ്, പെണ്ണാണ് എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ കർത്താവിന് കഴിയുമെന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദർശനമുണ്ടാകണം. രണ്ടാമത്തെ ഒരു വ്യക്തി വിശദീകരിക്കേണ്ടത്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇത് എഴുതി വെക്കണം. നിങ്ങളെല്ലാവരും എഴുതണം. മുകളിൽ വെച്ചിരിക്കുന്ന ആപ്തവാക്യം എല്ലാവരും കാണാതെ പഠിക്കണം. എന്താ? എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾ വലിയവ പ്രതീക്ഷിക്കണം. അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. അതായിരുന്നു ഈ മനുഷ്യനെ മാറ്റിമറിച്ചത്. ആരാന്നറിയാമോ? വില്യം ഗറിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കറിയില്ലേ? ഭക്തനായ മനുഷ്യൻ. 1780 ദർശനം കണ്ടിട്ട് ഭാരതത്തിലേക്ക് എത്തിയ മനുഷ്യൻ. പിന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഒരിക്കൽ പോലും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോകാത്ത മനുഷ്യൻ. 5 ഭാഷകൾ മാത്രം അറിയാമായിരുന്ന ആ മനുഷ്യൻ ഭാരതത്തിൽ വന്ന് 32 ഭാഷകളിലാണ് വേദപുസ്തകം പരിഭാഷപ്പെടുത്താനിടയായത്. 32 ഇന്ത്യൻ ഭാഷകളിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്താൻ, ഭാഗികമായും പൂർണ്ണമായും ഒക്കെ വേദപുസ്തകം പരിഭാഷപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ച ശില്പിയാണ് ഈ കർത്തൃദാസൻ എന്ന് ഓർക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല. സ്വന്തം ഭാര്യ മാനസിക രോഗിയായി വീട് മുഴുവൻ തല്ലി തകർക്കുന്നത് കാണുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച മനുഷ്യൻ. 14 വയസ്സുള്ള തൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അന്യമതസ്ഥനെ അടക്കാൻ അനുവാദമില്ല, ഞങ്ങൾ ചെയ്യില്ല. അദ്ദേഹം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ് മൺവെട്ടിയും പിക്കാസും ഒക്കെ എടുത്ത് സ്വന്തം കുഴി കുത്തി പ്രാർത്ഥിച്ച് മകനെ അടക്കിയ മനുഷ്യൻ. പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, ദർശനമുള്ള മനുഷ്യൻ. അതിൻ്റെ മധ്യത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാം ഏത് പ്രതിസന്ധിയിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഭാരതം ക്രിസ്തു രാഷ്ട്രമായി മാറുന്ന ഒരു അനുഗ്രഹീത ദിവസമുണ്ടെന്ന് സ്വപ്നം കണ്ട മനുഷ്യനാണ് ഈ കർത്തൃദാസൻ. ഭാരതത്തിൽ 2ാമത്തെ ഭാഷയായി ബംഗാളി ഭാഷയെ കൊണ്ടുവന്നു. നിങ്ങളിപ്പം ചരിത്രമൊക്കെ പഠിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചരിത്രമൊക്കെ കുറേ മാറ്റി പറിച്ചു. ഒരു കാര്യം ഓർക്കണം, മമത ചില മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബംഗാളി ഭാഷയ്ക്ക് അനുഗ്രഹീതരായ കവികളെയും കവിയത്രികളെയും തന്നത് ഈ മനുഷ്യന്റെ സംഭാവനയാ. ഈ ബംഗാളി ഭാഷ ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും ഉന്നതമായ ഭാഷയിലെത്തിയത് അതിന് ഗ്രാമർ ഉണ്ടാക്കി, അതിന് ഡിക്ഷണറി ഉണ്ടാക്കി, അതിന് കൺകോർഡൻസ് ഉണ്ടാക്കി, സകലതും ഉണ്ടാക്കിയ ഈ ശില്പിയാണ് എന്ന് വിളിച്ചു പറയാൻ ഒരു സെക്കുലർ സ്ത്രീക്ക് കഴിഞ്ഞെങ്കിൽ ഓർക്കണം, ലോകം പലപ്പോഴും നിങ്ങളെ കണ്ടില്ല എന്ന് വന്നേക്കാം, പക്ഷെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും, ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുമെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുതാത്ത കാര്യമാണ്. രവീന്ദ്രനാഥ ടാഗോർ, സരോജിനി നായിഡു, അനുഗ്രഹീതരെ ഒരുപാട് ബംഗാളികളുണ്ട്. അവരൊക്കെ പറയുന്ന ഭാഷ എവിടെ നിന്നാണ് വന്നത്? ശരിയായ തലത്തിൽ രൂപപ്പെടുത്തിയത് ഈ വില്യം ഗറി എന്ന് പറയുന്ന മഹാന. അദ്ദേഹത്തിൻ്റെ ദർശനമാണ്. വെറും ഒരു കോബ്ലർ ഷോപ്പിൽ നിന്ന്, നിങ്ങൾക്കറിയാം നമ്മുടെ നാടൻ മാടക്കട പോലെയുള്ള ഒരു കൊച്ചു കടയിലിരുന്ന് തുന്നൽ ചെയ്തുകൊണ്ടിരുന്ന, ചെരുപ്പ് തയ്ച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായിരുന്നു, എനിക്ക് ഭാരതത്തിലേക്ക് പോകണം, എനിക്ക് അവിടെയുള്ള ആൾക്കാരോട് സുവിശേഷം പറയണം, അവർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ മനുഷ്യനെയാ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളൊക്കെ പഠിച്ച സെറാംപൂർ സർവകലാശാല എന്ന് പറയുന്ന ഇന്ന് വലിയൊരു അനുഗ്രഹീതമായ സർവകലാശാലയാണ്. അതിൻ്റെ ശില്പി കൂടെയായി മനുഷ്യൻ. എവിടെയാ തുടക്കമെന്ന് പറയുന്നത്? ദർശനത്തിൽ നിന്നാണ്. നിങ്ങളും കാണണം, ഇന്ന് പകൽ സ്വപ്നം കണ്ടാൽ, ദർശനം കണ്ടാൽ, നാളെ നിങ്ങളുടെ പേര് ചരിത്രത്താളുകൾ സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കാനിടയാകും. ആ തരത്തിൽ വളരുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയും. മൂന്നാമത്തെ ഒരാളിനെയും കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വേഗത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുക. സമയം ഓടിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് പറയാത്തത് ഒന്ന് തൊട്ട് പറഞ്ഞു പോവുക. ഇതാരാണെന്നറിയാമോ? കറക്റ്റ്, സ്വാദു കൊച്ചു കുഞ്ഞു ഉപദേശി. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം കവിതകളായി, പാട്ടുകളായി പുറത്തു വന്നു. പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹം പേനയും
അന്നത്തെ കാലത്തെ കൊച്ചു മാനുസ്ക്രിപ്റ്റ് പേപ്പർ എന്ന് പറയുന്ന ചെറിയ പേപ്പർ, ഇന്നത്തെ നല്ല പേപ്പറൊന്നുമില്ല, വെറും പന്ന പേപ്പറാണ്. പക്ഷേ ആ പേപ്പറുമായിട്ട് അദ്ദേഹം ഇരിക്കും. അതാണ് നമ്മൾ പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലും പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഒറ്റ ചിന്ത മാത്രം പറയാം. അദ്ദേഹം ഇലവന്തിട്ടയ്ക്ക് അടുത്ത്, പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴിക്ക് ഇലവന്തിട്ട എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ നടുക്ക് നിന്ന് അദ്ദേഹം ഇങ്ങനെ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. പാട്ടൊക്കെ പാടി, ഇമ്പമുള്ള പാട്ടൊക്കെ പാടി യേശു കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ സൈക്കിൾ ചവിട്ടി തൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഒരു ചെറിയ കുറിപ്പ് എഴുതി ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സാധു കൊച്ചു കുഞ്ഞുദേശിയുടെ കയ്യിലേക്ക് കൊടുത്തു. കുറിപ്പ് ഇങ്ങനെ പ്രസംഗത്തിനിടെ തുറന്നു നോക്കിയപ്പോൾ തൻ്റെ 14 വയസ്സുള്ള മകൻ ശമൂവേൽകുട്ടി മരിച്ചുപോയി എന്ന വാർത്ത. നമ്മളായിരുന്നു എന്തോ ചെയ്തേനെ, മൈക്കും കളയുന്നു. മൈക്കില്ല എങ്കിലും പ്രസംഗവും നിർത്തി ജീവനും കൊണ്ട് ഓടിയനെ. പക്ഷെ അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം എവിടെയാണോ പ്രസംഗിച്ച് നടന്നുകൊണ്ടിരുന്നത് അത് പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹം ആശീർവാദവും പറഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ടവൻ്റെ കൂടെ പോയി. ചെന്നപ്പോൾ വെള്ള പുതച്ച് കിടത്തിയിരിക്കുന്ന 14 വയസ്സുകാരനായ തൻ്റെ അഡോളസൻ കൗമാരക്കാരനായ മകനെ കണ്ടു. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി അകത്തേക്ക് കയറിപ്പോയി. പേനയെടുത്തു, പേപ്പർ എടുത്തു. നമ്മൾ ചിലപ്പോഴൊക്കെ പാടി ആശ്വസിക്കുന്ന പാട്ടുകളിലൊന്നാ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ അത് ഞാൻ വാങ്ങി കുടിക്കും. ജീവിതത്തിനകത്ത് എനിക്കറിയാം എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ടെന്നുള്ളത്. കാരണം എന്താ? നാളെയെക്കുറിച്ച് പ്രതീക്ഷയുള്ളവൻ അവൻ ജീവിതത്തിൽ തളരില്ല. അവൻ അറിയാം ഇനിയും ഞാൻ ശമേലുകുട്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്, അവനെ ഞാൻ അവിടെ വെച്ച് കാണും എന്നുള്ള പ്രത്യാശ അവൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് പകൽ ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്കുള്ളത് പ്രത്യാശയുള്ള ഒരു ദർശനമായിരിക്കണം. നാളെയെക്കുറിച്ചുള്ള അനുഗ്രഹീതമായൊരു ദർശനമായിരിക്കണം. ആ ദർശനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നാം അഹങ്കരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം അല്പം പോലും വരില്ല. അഹം പൊങ്ങിയാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ അല്പം പൊങ്ങുന്നുണ്ട്, അവിടെ നമ്മൾ അതിനെ താഴ്ത്തും. എവിടെയാണോ അഹങ്കാരം താഴുന്നത് അവിടെ മാത്രമേ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കത്തുള്ളൂ. എന്നും ഓർത്തിരിക്കണം. നിങ്ങൾക്കിനി ഫുൾ A+ കിട്ടിയാലും നിങ്ങളതിൽ സന്തോഷിച്ചിട്ട് പറയണം, ദൈവം എനിക്ക് തന്നു, കർത്താവിൻ്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. അല്ല, ചില വിഷയത്തിന് തോറ്റുപോയി, നിരാശപ്പെടരുത്. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ failure is not a fail for your life, rather failure can even just change your life. failure എന്താണ്? പരാജയം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡെഫിനിഷൻ മാറ്റി എഴുതിയെന്ന് നമുക്ക് കാണാൻ കഴിയും. FAIL ഒന്ന് എഴുതിക്കേ, നിങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് എഴുതിക്കേ. FAIL എന്നൊന്ന് എഴുതിക്കേ. ഫെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ, സ്കൂളിൽ കണ്ണുരുട്ടി കാണിക്കുന്ന ടീച്ചർ അല്ലേ തോറ്റതിന്. പക്ഷേ കലാം അങ്ങനെയല്ല പറഞ്ഞു, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയുടെ ആദ്യത്തെ സ്റ്റെപ്പാ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്, അതാണ് ഫെയിൽ എന്ന് അദ്ദേഹം നിർവചനം കൊടുത്ത്. അദ്ദേഹം ഒരു നിർവചനവും കൂടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർത്തത് കൊണ്ട് അങ്ങ് പറയുക. നോ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ? ഇല്ല, തീർന്നു, ഇല്ലേ? കലാം എന്താ പറഞ്ഞത്? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ലോകത്തൊരവസരവും നമ്മുടെ മുൻപിൽ തീരില്ല. എന്നേക്കുമായിട്ട് വാതിലടച്ചേച്ച് പോകുന്ന ഒരു പരിപാടിയില്ല. നമ്മൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ അയ്യോ ഞാൻ എല്ലായിടവും എൻ്റേത് അവസാനിച്ചു, ഇനിയും എനിക്ക് പ്രതീക്ഷകളില്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ നടുവിലും ഒരു വെള്ളി വെളിച്ചം തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴുത്തുണ്ട്, കഴിവുണ്ട് എന്ന് മറന്നു പോകരുതാത്ത കാര്യമാണ്. ആ തരത്തിൽ വളരുന്നൊരു സമൂഹമായി നിങ്ങൾക്ക് മാറാനായിട്ട് കഴിയണം. ഞാനൊരു